ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ് M12 കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സിമ്പിൾ കംപ്ലയിൻറ്റ്. അതായത് ഇങ്ങനെ നമ്മൾ നല്ല പവറുള്ള വെളിച്ചത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീന് കാണും. ഇതിപ്പോൾ ഞാനിപ്പോൾ ചാർജ് കുത്തിയുണ്ട്, ചാർജിങ്ങിൻ്റെ ഒരു കയറുന്നതിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു, എനിക്ക് കാണുന്നുണ്ട്. ഈ സംഭവം നമുക്ക് നല്ല പവറിൽ വെളിച്ചെടുത്ത് ഇങ്ങനെ ടോർച്ച് എന്തെങ്കിലും അടിച്ചെടുത്താൽ കാണും, പുറത്തേക്ക് വരുമ്പോൾ കാണണ്ട. അതായത് ബാക്ക് ലൈറ്റ് കംപ്ലയിൻറ്റ്. സർവീസർമാർക്ക് എന്തായാലും അറിയാൻ പറ്റും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഇത് നോർമലി രണ്ട് രീതിയിലാണ് ഉണ്ടാകുക. ഒന്നെങ്കിൽ ബാക്ക് ലൈറ്റ് കോയിൽ കത്തിപ്പോവും. ആ ബാക്ക് ലൈറ്റ് കോയിൽ കത്തിപ്പോവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടാവും. ആ കപ്പാസിറ്ററിൻ്റെ ഷോർട്ട് ക്ലിയർ ചെയ്താൽ എന്താവുള്ളൂ, ഈ ബാക്ക് ലൈറ്റിൻ്റെത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ബാക്ക് ലൈറ്റിൻ്റെ കോയിൽ മാറ്റണം. ഞാൻ ഓൾറെഡി കോയിൽ അയച്ചു വെച്ച്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ ആദ്യം കോയിൽ എടുത്ത് പുറത്ത് വെച്ച്, എന്നിട്ട് അതുതന്നെയാണോ കംപ്ലയിൻറ്റ് നോക്കിയപ്പോൾ ആ കോയിൽ എന്തായാലും അടിച്ചു പോയി. അപ്പോൾ വേറെ ഷോർട്ട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ കോയിൽ എന്തായാലും പുതിയത് മാറ്റിയിടുക. ഇതിൻ്റെ ഫുള്ള് വീഡിയോ, അതായത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഷോട്ട് വരുന്നത്, ഞാൻ ഈ ചെയ്യുന്ന സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ ഷോട്ട്. നമ്മളത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനിത് കോയിൽ പുതിയത് മാറ്റി ഇട്ടതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഞാൻ ഷോട്ട് ചെക്ക് ചെയ്തപ്പം ആ മുകൾ ഭാഗത്തുള്ള 2 കപ്പാസിറ്ററിൻ്റെ അടുത്ത് ഷോട്ട് കാണിച്ച്. അധികം കംപ്ലയിൻറ്റ് വരിക ആ കപ്പാസിറ്ററിൻ്റെ അടുത്താണ്, ചിലപ്പം താഴോട്ടേക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ അടുത്ത് ഷോട്ട് കാണിച്ചതുകൊണ്ട് ആ കോയിലൊക്കെ ഇട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ റോസിൻ ഫ്ലക്സ് ഇട്ടിട്ട് ആ 2 കപ്പാസിറ്റർ അല്ലാണ്ട് താഴെയും ചെറിയ 2-3 കപ്പാസിറ്ററിലും കൂടെ ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണ്ട, അതിൽ ഫസ്റ്റത്തെ കപ്പാസിറ്ററാണ് എന്തായി പോകുന്നത്, മെൽട്ടായി പോകുന്നത്, ഷോർട്ടായിട്ട് റോസിൻ ഫ്ലക്സ് മെൽട്ടായി പോകുന്നത്. അതൊക്കെ ഷോട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഷോട്ടുള്ള കപ്പാസിറ്റർ മാത്രമാണ് നമുക്ക് മെൽട്ടായി പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും കൂടി ഞാൻ റോസിൻ ഫ്ലക്സ് ഇട്ട് എന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്ത് ആ സമയത്ത് കറക്റ്റ് ആ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് മെൽട്ടായിട്ട് കിട്ടുന്നുണ്ട്. ആ ഐ സി അല്ല, ആ കപ്പാസിറ്റർ, അതായത് ഫിൽറ്ററിങ് കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഈ കപ്പാസിറ്റർ മാറ്റാണ്ട് നമ്മൾ കോയിൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി ഇടുമ്പോൾ വീണ്ടും ആ കോയിൽ അടിച്ചു പോകും. ആ കോയിൽ വീണ്ടും കത്തിപ്പോകും. നല്ലോണം ചൂടായിട്ടാണ് കോയിൽ കത്തിപ്പോവുക. അപ്പോൾ നമ്മൾ കോയിൽ മാറ്റി പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഉണ്ടോ എന്ന് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ആ കോയിൽ നമ്മൾ ഇട്ട കോയിൽ വീണ്ടും അടിച്ചു. അപ്പോൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ഞാൻ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഷോർട്ട് കാര്യങ്ങളുണ്ട്, ചെറിയൊരു ഷോർട്ടും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നതിന് ശേഷം ഞാൻ ബോർഡിൽ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പിന്നെ ബോർഡിൽ ഷോർട്ടില്ല. അതായത് ആ കപ്പാസിറ്റർ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ബോർഡ് ഷോർട്ട് ഉണ്ടോ നോക്കിയപ്പോൾ ബോർഡ് ഷോർട്ടില്ല. അപ്പോൾ എന്തായാലും ആ കപ്പാസിറ്റർ മാറ്റുക. അതായത് നമ്മൾ ഒന്നെങ്കിൽ സെയിം ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ എടുത്ത് വെക്കുക. ഇനി വേറെ ഏതെങ്കിലും ബോർഡാണെന്നുണ്ടെങ്കിൽ LCD ബോർഡിൻ്റെ മുകളിലത്തെ ഫിൽറ്ററിങ് കപ്പാസിറ്റർ എടുത്ത് വെക്കുക. മെയിനായിട്ട് ഇതേപോലെ നമ്മൾ കോയിൽ മാറ്റുന്ന സമയത്ത് LCD ഡിസ്പ്ലേൻ്റെ മുകളിലുള്ള, അതായത് LCD ഡിസ്പ്ലേൻ്റെ ബോർഡിൻ്റെ മുകളിലുള്ള കോയിലാട്ടോ എടുത്തിട്ടുണ്ട്. LED ഡിസ്പ്ലേൻ്റെ ബോർഡിൻ്റെ മുകളിൽ ഈ കോയിലെല്ലാം ഉണ്ടാകുക, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഫിൽറ്ററിങ് കപ്പാസിറ്റർ നമ്മൾ ബാക്ക് ലൈറ്റിൻ്റെ സെക്ഷനിലുള്ള ഒരു ഫിൽറ്ററിങ് കപ്പാസിറ്ററും ഇതേപോലെ നമ്മൾ എടുത്തിട്ട് ഫിക്സ് ചെയ്യുക. എന്നാലേ സംഭവം സെറ്റ് ആവുള്ളൂ. അല്ലാണ്ട് വേറെ ഏതെങ്കിലും വലിയ കപ്പാസിറ്ററും എടുത്ത് ഫിക്സ് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ബാക്ക് ലൈറ്റിൻ്റെ കോയിൽ LED-ൻ്റെതും എടുത്ത് ഫിക്സ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഞാൻ മൊത്തം ഫിക്സൊക്കെ ചെയ്ത് എന്നതിന് ശേഷം ഷോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി, അതായത് നമ്മൾ കപ്പാസിറ്റർ എടുത്തിട്ട് വേറെ പുതിയ ഇട്ടാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെക്ക് ചെയ്യുക, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യുക. വേറെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണേ. എന്നതിനകത്ത് ഷോർട്ട് ഇല്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബോർഡ് നേരെ നമുക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് എടുത്ത് ഫിക്സ് ചെയ്യുക. ഈ സംഭവമൊക്കെ ചെയ്യുന്ന നേരം CPU കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കവർ ചെയ്യുക. ഇനി നിങ്ങൾ അടിക്കുന്ന ഹീറ്റ് ഓവറായിട്ട് ഹീറ്റ് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സീനില്ല. ഓവറായിട്ട് ഹീറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം CPU കവർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ CPUൻ്റെ കംപ്ലയിൻറ്റ് കൂടെ വരും. അന്നേരം എന്നോട് പറയണേ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് അധികം അടിക്കുന്നുമില്ല. പിന്നെ ഞാൻ ഓവർ ഹീറ്റും അടിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഞാനത് മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. കപ്പാസിറ്ററും അതേപോലെ തന്നെ കോയിലും മാറ്റിയപ്പം സാധനം ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നു, ഉപകാരപ്പെടും എന്ന് എനിക്ക് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തെടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ആയിരിക്കെങ്കിലൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയറൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.